നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് PMRKVY സ്മാം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാതാക്കൾക്കും ഡീലർമാർക്കും സംസ്ഥാനതല ശില്പശാല തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ജനുവരി 29 സംഘടിപ്പിക്കുന്നു. നവീകരിച്ച DBT പോർട്ടൽ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം കേരളമാകെ പദ്ധതിയുടെ ഏകോപിത നടപ്പാക്കൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പ്രധാന പദ്ധതികളിലൊന്നാണ് സ്മാം, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതി. ഏകദേശം 1.5 ലക്ഷം കർഷകർ ഗുണഭോക്താക്കളായിട്ടുള്ള ഈ പദ്ധതിയിൽ ഏകദേശം 450 കോടി രൂപ സബ്സിഡിയായി വിതരണം ചെയ്തതിലൂടെ 2 ലക്ഷം കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിയും സർവീസ് വിതരണ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക യന്ത്ര അറ്റകുറ്റപ്പണി സോഫ്റ്റ്വെയർ പോർട്ടൽ ആരംഭിക്കും. ഇതിലൂടെ യന്ത്രങ്ങളുടെ പ്രവർത്തന തടസ്സം ഗണ്യമായി കുറയ്ക്കാനാകും. ഇതോടൊപ്പം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026 മൈക്രോ ഇറിഗേഷൻ വിഷയത്തിൽ കേരള കർഷകൻ മാസികയുടെ പ്രത്യേക പതിപ്പും പുറത്തിറക്കും. കാര്യക്ഷമമായ ജലനിർവഹണ രീതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സംസ്ഥാനതല ശില്പശാലയുടെ ഉദ്ഘാടനം, സോഫ്റ്റ്വെയർ പോർട്ടലിന്റെ ലോഞ്ച്, കേരള കർഷകൻ മാസികയുടെ പ്രത്യേക പതിപ്പിന്റെ പ്രകാശനം എന്നിവ കേരള സർക്കാരിന്റെ ബഹുമാനപ്പെട്ട കാർഷിക മന്ത്രി ശ്രീ P. പ്രസാദ് നിർവഹിക്കും. നിർമ്മാതാക്കൾ, ഡീലർമാർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, സേവനദാതാക്കൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന പങ്കാളികളും പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഫെബ്രുവരി 11 മുതൽ 16 വരെ തിരുവനന്തപുരം ആനയറ കാർഷിക മൊത്ത വ്യാപാര വിപണി കോമ്പൗണ്ടിൽ വൈഗ 2026 സംഘടിപ്പിക്കുന്നു. അഗ്രി, ഹോർട്ടി ഉത്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടുന്ന വിപുലമായ എക്സിബിഷൻ, കാർഷിക രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന സെമിനാറുകളും ശില്പശാലകളും, B2B മീറ്റുകൾ, DPR ക്ലിനിക്കുകൾ, നിക്ഷേപ സാധ്യതകൾ സംബന്ധിച്ച ചർച്ചകൾ, കർഷക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ എന്നിവ വൈഗ 2026 ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. വൈഗ 2026 ഭാഗമായി മൂല്യവർദ്ധിത കൃഷിയും അഗ്രി ബിസിനസ് സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡെഡിക്കേറ്റഡ് DPR ക്ലിനിക് ഫെബ്രുവരി 9, 10 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ആനയറയിലെ സമേതിയിൽ വെച്ച് നടത്തുന്നു. കൃഷി സംരംഭകർ, യുവ കർഷകർ, FPOകൾ, FPCകൾ, അഗ്രി MSMEകൾ എന്നിവർക്ക് പങ്കെടുക്കാൻ അവസരം. പരിപാടിയിൽ സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി 31. കൂടുതൽ വിവരങ്ങൾക്ക് 9417336242 8095590451 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ വെള്ളാനിക്കരയിൽ പ്രവർത്തിക്കുന്ന വനശാസ്ത്ര കോളേജിൽ ഫോറസ്റ്റ് പ്രോഡക്ട്സ് യൂട്ടിലൈസേഷൻ വിഭാഗത്തിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപായി deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 047724384001. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയോടനുബന്ധിച്ച് വാമനപുരം ബ്ലോക്കിലെ പട്ടികവർഗ കർഷകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കിസാൻ മേള നന്ദിയോട് ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ ജനുവരി 31 രാവിലെ 9:30 മുതൽ 5 മണി വരെ നടക്കുന്നു. ഇതോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനം, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിവിഷനിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ B.Tech ബിരുദം, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവരായിരിക്കണം. അപേക്ഷകർക്ക് 2026 ജനുവരി 1 30 വയസ്സ് കവിയാൻ പാടില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിശ്ചിത ഫോറത്തിൽ ജോയിന്റ് ഡയറക്ടർ, എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിവിഷൻ, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ ബോർഡ് PO, കോട്ടയം 686009 എന്ന വിലാസത്തിൽ 2026 ജനുവരി 30 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മുമ്പ് ലഭിക്കത്തക്ക വിധം അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.rubberboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി 2 മുതൽ 12 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള ക്ഷീര കർഷകർക്കും സംരംഭകർക്കും ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ, കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 135 രൂപ. പരിശീലനാർത്ഥികൾ ജനുവരി 30 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി 9446 614754 0476 26985550 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.